ചിലര് പറയാറുണ്ട്, രാപ്പകൽ കുടുംബത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചു, എൻ്റെ ശരീരത്തെ നോക്കാതെ ഞാൻ പ്രവർത്തിച്ചു, എന്തേ ഇവർക്കാർക്കും എന്നോട് ഒരു സ്നേഹമില്ലാത്തത്, ഒരടുപ്പമില്ലാത്തത് എന്ന്. നമുക്കറിയാം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അല്ല ഒരു ജീവിത പങ്കാളിയെ സംബന്ധിച്ച് വേണ്ടത്. തൻ്റെ ജീവിത പങ്കാളി തന്നെ സ്നേഹിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ജീവിതത്തിന് ആക്കം കൂട്ടുന്നത്, ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നത്. ആയതിനാൽ നമ്മുടെ സമയം അത് ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് ശ്രമിക്കാം. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ ശ്രമിക്കുന്നു, നല്ലതാണ്. എങ്കിലും ആ അധ്വാനമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഊഷ്മളമായ സ്നേഹബന്ധങ്ങളിലേക്ക് സംസാരത്തിലൂടെ ഇറങ്ങി വരുവാനായിട്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണല്ലോ എന്ന ചിന്ത കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ വളരുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ചോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കൂടാതെ എൻ്റെ ആശുപത്രിയിൽ അഡ്മിറ്റായ എൻ്റെ പപ്പായ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണ്, ഫാദറിന് ഒരു സ്ട്രോക്ക് വന്നപ്പം പെട്ടെന്ന് എത്തുകയാണ് ചെയ്തത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഈ സ്ട്രോക്ക് വന്ന സമയത്ത് ഫാദറിൻ്റെ ഒരു കൈയും കാലും തളർന്നുപോയി, സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, അച്ചോ, എനിക്കെൻ്റെ പഴയ അപ്പച്ചനെ തിരിച്ചു കിട്ടണമെന്ന്. ഞാൻ ചോദിച്ചു, അപ്പച്ചന് എത്ര വയസ്സുണ്ടെന്ന്. അദ്ദേഹം മറുപടി പറഞ്ഞു, 82 വയസ്സുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം, പക്ഷേ എനിക്കെൻ്റെ അപ്പച്ചനെ തിരിച്ചു കിട്ടണമെന്ന്. എനിക്കിത് കേട്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആ മകൻ്റെ അപ്പനോടുള്ള ഒരു സ്നേഹം എത്ര വേണമെങ്കിലും കൊടുക്കാം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവധിയെടുത്ത് വന്ന് ആ അപ്പനെ ശുശ്രൂഷിക്കുന്ന ഒരു മകൻ. അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ അത് ലഭിക്കണമെങ്കിൽ, വാർദ്ധക്യത്തിൽ ഇതുപോലുള്ള സ്നേഹം അനുഭവിച്ചറിയണമെങ്കിൽ ചെറുപ്പകാലത്ത് നമ്മളൊക്കെ അധ്വാനിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് സമയം കൊടുക്കുവാനായിട്ട്, ആ സമയത്തിലൂടെ അവരുടെ വേദനകൾ മനസ്സിലാക്കി കൊണ്ടുവരുവാനായി നമ്മൾക്ക് സാധിക്കണം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അങ്ങനെയെങ്കിൽ ദൈവം മനോഹരമായ ഒരു കുടുംബം സൃഷ്ടിച്ചു. ആ കുടുംബത്തിൽ നമ്മൾക്ക് സ്നേഹിക്കുവാനായിട്ട് മാതാവുണ്ട്, പിതാവുണ്ട്, സഹോദരങ്ങളുണ്ട്. വലിയ ഊഷ്മളമായ സ്നേഹബന്ധങ്ങളിലേക്ക് ഇറങ്ങി വരുവാനായി നമ്മൾക്ക് ശ്രമിക്കാം. നമുക്കറിയാലോ, ഈ ലോകത്തില് ഏത് ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പോയാലും, മാളുകളിലേക്ക് പോയാലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കും. ഓൺലൈൻ പർച്ചേസിങ്ങും സുലഭമാണ്. എന്നാൽ ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിലോ മാളുകളിലേക്കോ പോയാൽ നമ്മൾക്ക് ഒരു പാക്കറ്റ് സമാധാനം, 1 കിലോ സമാധാനം നമ്മൾക്ക് ലഭിക്കുമോ? ഇല്ല. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ട് തയ്യാറാകണം. നമ്മൾ തന്നെ ആയിരിക്കുന്ന അവസ്ഥ അത് അംഗീകരിച്ചുകൊണ്ട്, നമ്മുടെ കൂടെയുള്ള വ്യക്തികളെ സ്വീകരിച്ചുകൊണ്ട്, അവരുടെ കുറവുകളും നേട്ടങ്ങളുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് വളരുവാൻ ശ്രമിക്കുമ്പോഴാണ് സമാധാനം സ്ഥാപിക്കുവാനായി സാധിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തില് 47-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. സമാധാനം നൽകുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തില് 122-ാമത്തെ അധ്യായത്തില് 7-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരത്തിനുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ചില അവസരത്തില് നമ്മൾക്ക് അനുഭവപ്പെടാം സമാധാനം നഷ്ടപ്പെട്ടതായിട്ട്. നമ്മുടെയൊക്കെ വീട്ടില്, നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളില് ഒരുപക്ഷെ CCTV ഉണ്ടായിരിക്കാം. പുറത്തുനിന്ന് വരുന്ന എല്ലാ ആക്രമണങ്ങളും
തടയുവാനും നമ്മൾക്കൊക്കെ സുരക്ഷിതത്വം നൽകുവാനും ഒക്കെ ഇത് ഉപകാരപ്പെടുന്നു. എന്നാൽ കുടുംബത്തിനുള്ളിൽ വസിക്കുമ്പോൾ അവിടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ എനിക്ക് സമാധാനം തരാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യചിഹ്നം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നമ്മളായിരിക്കുന്ന അവസരത്തിൽ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അവസരത്തിൽ ആ സമാധാനം അനുഭവിക്കുവാനായിട്ട് ശ്രമിക്കാം. ജീവിതം സുന്ദരമാണ്. നമ്മുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം വികൃതമാക്കരുത്.